സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠപുരം എസ് കോളേജിൽ മുഴുവൻ സീറ്റിലും SFI വിജയിച്ചു. മത്സരിച്ച 20 സീറ്റിലും SFI സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. 10 മൈനർ സീറ്റിലും SFIക്ക് എതിരുണ്ടായിരുന്നില്ല. മുഴുവൻ സീറ്റിലും വിജയം നേടിയ ആഹ്ലാദത്തിൽ SFI പ്രവർത്തകർ കോളേജിൽ നിന്നും ശ്രീകണ്ഠപുരം പട്ടണത്തിലേക്ക് ആഹ്ലാദ പ്രകടനം നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ ചടങ്ങിൽ SFI ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി അശ്വന്ത് കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. SFI ഏരിയ പ്രസിഡന്റ് സ്വാതി PV അധ്യക്ഷയായി. നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ SFIയുടെ ഭാഗമായി ഇലക്ഷന്റെ ഭാഗമായിട്ട് ക്ലാസ് ക്യാമ്പയിനുകൾ നടക്കുമ്പോൾ കഴിഞ്ഞ യൂണിയൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ഉൾപ്പെടെ SFIയുടെ SES കോളേജിനകത്തുള്ള യൂണിയൻ നിറവേറ്റുമ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ എത്രയോ അധികം വരുന്ന ക്യാമ്പസുകളിൽ നിന്നും യൂണിവേഴ്സിറ്റി യൂണിയൻ തലത്തിൽ മികച്ച കോളേജ് യൂണിയനിലുള്ള 3ാമത്തെ കോളേജായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആവേശത്തിലാണ് നമ്മൾ ഈ SES കോളേജിനകത്തുള്ള ഇലക്ഷൻ നേരിട്ട് പോയിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ അപ്പുറത്ത് നിൽക്കുന്ന മറുവശത്ത് നിൽക്കുന്ന എതിരാളികളെന്നൊക്കെ അവർ പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഹനാൻഷിയെ കൊണ്ടുവരും, ഞങ്ങൾ ഇന്ന പരിപാടി കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന പൊള്ളത്തരങ്ങളുടെ വാഗ്ദാനങ്ങളുടെ നിലപാടില്ലാത്ത രാഷ്ട്രീയത്തെ SESനകത്തുള്ള SESലെ SFIയുടെ കുട്ടികൾ പൊളിച്ചെഴുതി കൊടുത്തിട്ടുണ്ട്. ഇന്നിതാ SES കോളേജിൽ നിന്നും SFIയുടെ തിരഞ്ഞെടുപ്പ് പ്രകടനം വരുമ്പോ, ആഹ്ലാദ പ്രകടനം വരുമ്പോ, SFIയുടെ മുദ്രാവാക്യം കേൾക്കുമ്പോ ഓടി ഒളിക്കുന്നവരായിട്ട് SES കോളേജിനകത്തുള്ള UDSFുകാർ മാറിയിട്ടുണ്ട്. A മുതൽ Z വരെ 26 അക്ഷരങ്ങളുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒക്കെ അക്ഷരം എടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകുകയും ഇത്തരത്തിലുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള MSFും KSUവും നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PV ഗോപിനാഥ്, SFI സംസ്ഥാന കമ്മിറ്റി അംഗം സ്വാതി പ്രദീപ്, MC രാഘവൻ, കോളേജ് യൂണിയൻ ചെയർമാൻ യദു കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. SFIയെ പരാജയപ്പെടുത്തുന്നതിനും തകർക്കുന്നതിനും വലിയ നിലയിലുള്ള കള്ളപ്രചാരവേലകളും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള കൂട്ടുപിടുത്തവുമെല്ലാം നടന്നൊരു തെരഞ്ഞെടുപ്പാണെന്ന് പറയാൻ നീക്കാനാകും. SES കോളേജിലാണെങ്കിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ തന്നെ നിയന്ത്രിക്കാൻ ചുമതലപ്പെടുത്തുന്ന ചില ആളുകൾ എങ്ങനെയാണ് SFIയെ പരാജയപ്പെടുത്താൻ വേണ്ടി പറ്റുക എന്നുള്ളത് എല്ലാ നിലയിലും ശ്രമം നടത്തിയിട്ടും ആ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത് SFIയെ പരാജയപ്പെടുത്താൻ നടത്തിയിട്ടുള്ള ആ കോളേജിലെ ചില അധ്യാപകരുടെ ശ്രമങ്ങളെ കൂടി ചേർത്തുകൊണ്ടാണ് SFI വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചിട്ടുള്ളത് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ജാതിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാനും മതം പറഞ്ഞുകൊണ്ട് വോട്ടുപിടിക്കാനും എല്ലാമുള്ള ശ്രമങ്ങൾ ഇന്ന് കോളേജ് ക്യാമ്പസുകളിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതിനെയെല്ലാം ചെറുത്തുകൊണ്ടാണ് SFI അത്യുഗ്രമായിട്ടുള്ള വിജയം കൈവരിച്ചിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ചർച്ചകളും നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിനെ കുറിച്ചും KSUവിനെ കുറിച്ചുമെല്ലാം നാട്ടിലെമ്പാടും നടക്കുന്ന ചർച്ചകൾ നമുക്കെല്ലാം അറിയുന്നതാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ സംബന്ധിച്ച് ഇത്തരം നാട്ടുകാരുടെ മുന്നിൽ പറയാൻ വേണ്ടി പോലും പറ്റാത്ത അങ്ങേയറ്റം നാണം കെട്ടുന്ന നിലയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരെയെല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിനകത്തെ കോൺഗ്രസ് നേതൃത്വം, ആ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFും ചെയ്യുന്നത് എന്നത് ഈ നാടകത്തെ ജനങ്ങൾ തിരിച്ചറിയാം. അത്തരമൊരു ഘട്ടത്തിലാണ് സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികളുടെ പഠനം ഉറപ്പുവരുത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന SFI അത്യുജ്വലമായിട്ടുള്ള വിജയം കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജുകളിൽ ഇപ്പോ നേടിക്കൊണ്ടിരിക്കുന്നത്.